ഹായ് എവ്രി വൺ, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് സ്റ്റോക്കുകളുടെ ക്ലോസിംഗ് പ്രൈസ് കണ്ടെത്തുന്നതിനായി സെബി നടപ്പിലാക്കിയ ഏറ്റവും പുതിയ സംവിധാനമാണ് CAS അഥവാ ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ. അപ്പോൾ ഇത് നടപ്പിലാക്കിയ ഓഗസ്റ്റ് 3-ാം തീയതി ഇന്നലെ ആദ്യ ദിവസം തന്നെ പല വിധത്തിലുള്ള കൺഫ്യൂഷൻസ് ആണ് അത് ക്രിയേറ്റ് ചെയ്തത്. അവസാന നിമിഷങ്ങളിൽ നിഫ്റ്റിയുടെ ക്ലോസിംഗ് 24,600 എന്ന ലെവലിൽ ഉണ്ടായിരുന്ന സ്ഥാനത്ത് സെക്കൻഡുകൾ കൊണ്ട് 24,770 ഉയർന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ കാര്യമായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ശ്രമിക്കുന്നത്. ആദ്യം നാം മനസ്സിലാക്കേണ്ടത് പുതിയ ഈ ഒരു സെബിയുടെ ഈ ക്ലോസിംഗ് ഇത് F&O സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകൾക്ക് മാത്രമാണ് ബാധകം. നമുക്കറിയാം, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ 5000-ൽ കൂടുതലുള്ള സ്റ്റോക്കുകൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എല്ലാ സ്റ്റോക്കുകൾക്കും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാൻ അനുവാദമില്ല. സെബി നിഷ്കർഷിച്ചിട്ടുള്ള പ്രത്യേക മാനദണ്ഡങ്ങൾ, അതായത് ഉയർന്ന മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, വലിയ ട്രേഡിംഗ് വോളിയം, ലിക്വിഡിറ്റി, ഇതൊക്കെ പാലിക്കുന്ന സ്റ്റോക്കുകളെ കണ്ടെത്തി അതാണ് F&O സെഗ്മെന്റിൽ ഉൾപ്പെടുന്നത്. ആ സ്റ്റോക്കുകൾക്ക് മാത്രമേ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ അനുമതിയുള്ളൂ. അപ്പം നിലവിൽ ഏകദേശം 200ഓളം തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റോക്കുകൾ മാത്രമാണ് F&O സെഗ്മെന്റിൽ ട്രേഡ് ചെയ്യാൻ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ അതിൽ ടോപ്പ് എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക്, TCS, SBI, ICICI ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, ഇൻഫോസിസ്, ബജാജ് ഫിനാൻസ്, എയർടെൽ, ITC തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇത് കൂടാതെ നമുക്കറിയാം നിഫ്റ്റി 50 ഇൻഡെക്സ്, ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ്, സെൻസെക്സ് ഇൻഡെക്സ്, ഫിൻ നിഫ്റ്റി, മിഡ് ക്യാപ് സെലക്ട്, ഈ ഇൻഡെക്സുകൾക്കൊക്കെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ പരാമർശിക്കുന്നത് F&O സ്റ്റോക്കുകളെ കുറിച്ച് മാത്രമാണ്. എന്നാൽ ഈ F&O സ്റ്റോക്കുകൾ പലതും ഇൻഡെക്സിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ F&O സ്റ്റോക്കുകളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഈ ഇൻഡെക്സിനെയും ബാധിക്കും. അപ്പോൾ നമ്മളിവിടെ പരാമർശിച്ച 200-ലധികം F&O സ്റ്റോക്കുകളും അത് കൂടാതെയുള്ള ആയിരക്കണക്കിന് നോൺ F&O സ്റ്റോക്കുകളും ഇതിനു മുമ്പ് അത്തരം വേർതിരിവുകളില്ലാതെ ക്ലോസിംഗ് പ്രൈസ് തീരുമാനിച്ചത് അവസാന 30 മിനിറ്റിലുള്ള ശരാശരി വില അഥവാ VWAPന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നതിന് മുമ്പ് രണ്ട് കൺസെപ്റ്റ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒന്ന് LTP അഥവാ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആണ്, മറ്റൊന്ന് ക്ലോസിംഗ് പ്രൈസ് ആണ്. അപ്പോൾ 3:30 മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആണ്. ഇതാണ് നമ്മൾ ബ്രോക്കർ പ്ലാറ്റ്ഫോമിലൊക്കെ 3:30 കാണുന്ന പ്രൈസ്. എന്നാൽ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് വേറെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എക്സ്ചേഞ്ച് പുറത്തുവിടുന്ന പ്രൈസാണ്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ഒരു ക്ലോസിംഗ് പ്രൈസായിട്ട് കണക്കാക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരാം. അപ്പോൾ അവിടെ 3:30 ഈ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന അവസാന സെക്കൻഡിൽ നടക്കുന്ന കേവലം ഒരു ട്രേഡിൻ്റെ വില മാത്രമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 1,00,000 ഷെയറുകൾ 100 രൂപ വിലയിൽ ട്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. 3:29 വരെ ആ 100 രൂപ പ്രൈസിലാണ് ഉണ്ടായിരുന്നത് എന്ന് കരുതുക. എന്നാൽ അവസാനത്തെ ഒരു മില്ലി സെക്കൻഡിൽ ആരെങ്കിലും ആ 100 രൂപയിൽ ട്രേഡ് ചെയ്യുന്ന ഷെയർ 105 രൂപക്ക് ഒരു ഓർഡർ പ്ലേസ് ചെയ്താൽ അതിൻ്റെ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് 105 മാറും. ഈ ഒരൊറ്റ ചെറിയ ട്രേഡിൻ്റെ വില അന്നത്തെ ഒഫീഷ്യൽ പ്രൈസായിട്ട് കണക്കാക്കുന്നത് വലിയൊരു അനീതിയായിട്ടാണ് മാർക്കറ്റ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 3:30 ആ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ക്ലോസിംഗ് പ്രൈസായിട്ട് കണക്കാക്കിയാൽ വൻകിട ട്രേഡർമാർക്ക് അവസാന സെക്കൻഡിൽ തങ്ങൾക്ക് അനുകൂലമായിട്ട് സ്റ്റോക്കിൻ്റെ വില മുകളിലോട്ടോ താഴോട്ടേക്കോ മാറ്റാൻ വളരെ എളുപ്പമാണ്. വലിയ ക്യാപിറ്റൽ പോലും ആവശ്യമില്ല. അപ്പോൾ ഇത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കാരണം കോടിക്കണക്കിന് രൂപയുടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കോൺട്രാക്റ്റുകൾ സെറ്റിൽ ചെയ്യുന്നത് ക്ലോസിംഗ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ 3:30 ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് അടിസ്ഥാനമാക്കുകയാണെങ്കിൽ അവസാന നിമിഷത്തിലെ ആ ഒരു കൃത്രിമത്വം കാരണം സാധാരണ നിക്ഷേപകർക്ക് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിച്ചേക്കാം. ഇതുകൂടാതെ ഈ ക്ലോസിംഗ് പ്രൈസ് വളരെ പരമപ്രധാനമാണ്. കാരണം മാർക്കറ്റ് അവറിന് ശേഷമുള്ള ആ ക്ലോസിംഗ് പ്രൈസാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ NAVകൾ കാൽക്കുലേറ്റ് ചെയ്യാനും ETF-ൻ്റെ ഒക്കെ NAV കാൽക്കുലേറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന പ്രൈസ്. അപ്പോൾ ചുരുക്കത്തിൽ 3:30 നമ്മൾ കാണുന്ന ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മളൊരു ക്യാമറയിൽ ഫോട്ടോ എടുക്കുമ്പോൾ കുറേ ക്ലിക്കുകൾ നടത്തുന്ന അവസാനത്തെ ക്ലിക്ക് മാത്രമാണ്. നല്ല ഫോട്ടോ അവസാനത്തെ ക്ലിക്കിൽ വരണമെന്നില്ല, അത് അതിനിടയിലുള്ള ഏതെങ്കിലും ഒരു ക്ലിക്കിലായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക. അപ്പോൾ ഇത്തരത്തിലുള്ള ആ യഥാർത്ഥ പിക്ചർ കണ്ടെത്താൻ അല്ലെങ്കിൽ പ്രൈസ് ഡിസ്കവറിക്ക് വേണ്ടിയാണ് ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ അവസാനത്തെ അരമണിക്കൂറിലെ ട്രേഡിംഗ് പ്രൈസ് എടുത്തുകൊണ്ട് ആവറേജ് കണക്കാക്കിയിട്ട് ക്ലോസിംഗ് പ്രൈസ് കണക്കാക്കുന്നത്. ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ് VWAP എന്ന് പറയുന്നത്.
ഇപ്പോഴും നോൺ എഫ് സ്റ്റോക്കുകളിൽ 3 മണി മുതൽ 3:30 വരെയുള്ള VWAP ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പ്രൈസ് ഡിസ്കവറി നടത്തുന്നത്. F&O സ്റ്റോക്കുകളിലാണ് പുതിയ രീതി വന്നിട്ടുള്ളത്. ഏതായാലും VWAP വഴി എങ്ങനെയാണ് ഈ കാൽക്കുലേഷൻ നടത്തുന്നത് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ചില ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഒരു ട്രേഡിംഗ് ഡേയിലെ അവസാന അരമണിക്കൂർ, അതായത് 3 മണി മുതൽ 3:30 വരെയുള്ള എല്ലാ ട്രേഡുകളുടെയും മൊത്തം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയും അതിനെ മൊത്തം ഷെയറുകളുടെ എണ്ണം കൊണ്ട്, അതാണ് വോളിയം, ഡിവൈഡ് ചെയ്തിട്ടാണ് ക്ലോസിംഗ് പ്രൈസ് കണക്കാക്കുന്നത്. അപ്പോൾ അതൊരു സിമ്പിളായിട്ടുള്ള ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കുകയാണെങ്കിൽ, ഒരു സ്റ്റോക്കിൻ്റെ അവസാന 30 മിനിറ്റിൽ നടന്ന ചില ട്രേഡുകൾ നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്നത് നോക്കുക. അപ്പോൾ 3:05 100 രൂപ വിലയിൽ 1000 ഷെയറുകൾ വിൽപ്പന നടത്തി. അപ്പോൾ അതിൻ്റെ വാല്യൂ 1 ലക്ഷം രൂപയാണ്. 3:15 102 രൂപ വിലയിൽ 2000 ഷെയറുകൾ വിറ്റു. അപ്പോൾ അതിൻ്റെ വാല്യൂ 2,04,000 രൂപയാണ്. 3:25 105 രൂപ വിലയിൽ 2000 ഷെയറുകൾ വിറ്റു. അപ്പോൾ അതിൻ്റെ വാല്യൂ 2,10,000 ആണ്. അപ്പോൾ ഇതിൻ്റെ VWAP വഴി ക്ലോസിംഗ് പ്രൈസ് കണക്കാക്കുന്നത് ഇതിൻ്റെ ആവറേജ് എടുത്തുകൊണ്ടാണ്. അതെങ്ങനെയാണെന്ന് സ്ക്രീനിലെ കാൽക്കുലേഷൻ കാണാൻ കഴിയും. അതായത് ആദ്യം പറഞ്ഞ 1 ലക്ഷം പ്ലസ് 2,04,000 പ്ലസ് 2,10,000 ടോട്ടൽ 5,14,000 ആണ് ടോട്ടൽ എമൗണ്ട് ട്രേഡ് ചെയ്യപ്പെട്ടത്. ഇനി ഷെയറുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 1000 ആദ്യത്തെ ട്രേഡിലും, രണ്ടാമത്തെ ട്രേഡിൽ 2000, മൂന്നാമത്തെ ട്രേഡിൽ 2000, അങ്ങനെ 5000 ഷെയറുകൾ. അങ്ങനെ 5,14,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഷെയർ ആയിട്ടുള്ള 5000, അങ്ങനെ ആവറേജ് പ്രൈസ് 102.8. അപ്പോൾ ഇവിടെയുള്ള ഈ 3 ട്രേഡിലെ ലാസ്റ്റ് ട്രേഡർ പ്രൈസ് 105 ആണ്. പക്ഷേ ക്ലോസിംഗ് പ്രൈസ് 102.8 ആയിട്ട് മാറിയത് ഈ കാൽക്കുലേഷനിലൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. എന്നാൽ ഈ ഒരു VWAP രീതിയിൽ പ്രൈസ് ഡിസ്കവറി നടത്തുമ്പോഴും അവിടെയും ചില മാനിപ്പുലേഷൻ സാധ്യതകൾ ഉണ്ട് എന്ന് സെബി മനസ്സിലാക്കിയിരിക്കുകയാണ്. കാരണം അവിടെയും വൻകിട ട്രേഡേഴ്സിന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവസാനത്തെ 5-10 മിനിറ്റിൽ വലിയ തുകയ്ക്ക് കൃത്രിമമായിട്ട് വലിയ തോതിൽ ബൈസെൽ ഓർഡറുകൾ നൽകിക്കൊണ്ട് തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ക്ലോസിംഗ് പ്രൈസ് മാറ്റാൻ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് എത്രയോ ട്രേഡിംഗ് ഹിസ്റ്ററിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻ വൻകിട ഇൻവെസ്റ്റേഴ്സ് നടത്തുന്നത് എന്ന് നമുക്കൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് 3 മണി മുതൽ 3:30 വരെയുള്ള ആ ഒരു VWAP കണക്കാക്കുന്ന ആ ഒരു 30 മിനിറ്റിൽ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷന് ക്ലോസിംഗ് പ്രൈസ് ഉയർത്തി നിർത്തണം. അത് താഴോട്ടേക്ക് വരാൻ പാടില്ല. കാരണം അവർ ചിലപ്പോൾ ഓപ്ഷൻ കോൺട്രാക്റ്റുകളിൽ ബൈ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ പോർട്ട്ഫോളിയോ അതിൻ്റെ മൂല്യം ഉയർത്തി കാണിക്കണം. അങ്ങനെ പല ഉദ്ദേശങ്ങളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുള്ള ഒരു ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ 3 മണി മുതൽ 3:20 വരെ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് 100 രൂപ എന്ന ലെവലിൽ ട്രേഡ് ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ ആ സമയത്ത് നടന്ന ട്രേഡ് 1000 ഷെയറുകളാണ്. അത് 100 രൂപ വിലയിലാണ് നടന്നത്. അങ്ങനെ 1 ലക്ഷം എമൗണ്ടിൻ്റെ ഷെയറുകൾ ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ മറ്റ് ഓർഡറൊന്നും പ്ലേസ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് 100 തന്നെയായിരിക്കും. എന്നാൽ ഇവിടെ ഈ 3:25 മുതൽ 3:30 വരെയുള്ള ആ ഒരു അവസാന നിമിഷം ഒരു ട്രേഡർ ഇപ്പോൾ 3:28 110 രൂപ വിലയിൽ 9,000 ഷെയറുകൾ വാങ്ങിയെന്ന് കരുതുക. അപ്പോൾ അതായത് 9,000 × 110, അതായത് 9,90,000 ആണ് മൊത്തത്തിലുള്ള ട്രേഡിംഗ് എമൗണ്ട്. അപ്പോൾ ഈ ഒരു ഉദാഹരണത്തിൽ VWAP കണക്കാക്കുമ്പോൾ ഇപ്പോൾ ആകെ ട്രേഡ് ചെയ്ത തുക 1 ലക്ഷം. അത് കൂടാതെ അവസാനത്തെ 5 മിനിറ്റിൽ ഈ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾ വാങ്ങിയിട്ടുള്ള 9,90,000. അപ്പോൾ അങ്ങനെ 10,90,000 ആയിട്ട് ടോട്ടൽ ട്രേഡ് ചെയ്ത എമൗണ്ട് വന്നു. അപ്പോൾ ആകെ കൈമാറ്റം ചെയ്യപ്പെട്ട ഷെയറുകൾ 9,000 + 1000 ആണ്. അങ്ങനെ 10,000 ഷെയറുകൾ. അപ്പോൾ VWAP ക്ലോസിംഗ് പ്രൈസ് വരുന്നത് 10,90,000 ഡിവൈഡഡ് ബൈ 10,000, അങ്ങനെ 109 എന്നുള്ള ഒരു ക്ലോസിംഗ് പ്രൈസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ 100 രൂപയിൽ നിൽക്കേണ്ട പ്രൈസ് 109ലേക്ക് ആ വലിയ ഇൻവെസ്റ്റർക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഒരു വ്യക്തി വൻ തുകയ്ക്ക് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് അന്നത്തെ ഒഫീഷ്യൽ ക്ലോസിംഗ് പ്രൈസ് 109 ആയിട്ട് ഉയർന്നു. അപ്പം ഇങ്ങനെ നടക്കുമ്പോൾ വാങ്ങാൻ ആളുണ്ടോ വിൽക്കാൻ ആളുണ്ടോ എന്ന മാർക്കറ്റ് ഡിമാൻഡ്, അതായത് സപ്ലൈ ഡിമാൻഡ്, ആ സിസ്റ്റം അട്ടിമറിക്കപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ശരാശരി കണക്കാക്കുമ്പോൾ അവസാന നിമിഷങ്ങളിൽ മാർക്കറ്റ് കൃത്രിമമായിട്ട് ഉയർത്തപ്പെടുന്നത് കൊണ്ട് അത് ഓപ്ഷൻ ബയേഴ്സിനും സെല്ലേഴ്സിനും വലിയ നഷ്ടമുണ്ടാക്കാൻ കാരണമാകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് തടയാനാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് ലേലം വിളിയാണ്, അല്ലെങ്കിൽ ഓപ്ഷനാണ്. ഒരു ട്രേഡർക്ക് തനിയെ വലിയ വോളിയം ഉണ്ടാക്കിയിട്ട് വില മാറ്റാൻ സാധിക്കില്ല എന്നാണ് ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. എന്നാൽ അത് എത്രമാത്രം ശരിയാകുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് 3:15 സാധാരണ ട്രേഡിങ് അവസാനിക്കും. അതായത് 3 മണി മുതൽ 3:15 വരെയുള്ള ട്രേഡുകൾ വെച്ച് എക്സ്ചേഞ്ച് ഒരു റെഫറൻസ് പ്രൈസ് കണക്കാക്കും. അപ്പോൾ ആ ഒരു 15 മിനിറ്റിലെ VWAP വഴിയാണ് ഈ ഒരു റെഫറൻസ് പ്രൈസ് കണ്ടെത്തുന്നത്.
അതിനുശേഷം 5 മിനിറ്റ് യാതൊരുവിധ ട്രേഡിംഗും ഉണ്ടാകില്ല. അതായത് 3:15 മുതൽ 3:20 വരെ യാതൊരു ട്രേഡിംഗും ഉണ്ടാവില്ല. 3:20 മുതൽ 3:30 വരെ ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും ഒക്കെ ബൈ ആൻഡ് സെൽ ഓർഡറുകൾ നൽകാം. അപ്പോൾ ഈ ഓർഡറുകൾ നൽകാമെന്നല്ലാതെ അവിടെ ട്രേഡ് നടക്കുകയില്ല. ഓർഡറുകൾ ശേഖരിക്കുക മാത്രമാണ് ചെയ്യുക. അപ്പോൾ ആ 10 മിനിറ്റിൽ ഓർഡറുകളുടെ ഒരു സ്ക്രൂട്ടിനിയാണ് നടക്കുന്നത്. അപ്പോൾ 3:30 മുതൽ 3:35 വരെ എക്സ്ചേഞ്ച് ഈ ശേഖരിച്ച ഓർഡറുകൾ വിശകലനം ചെയ്ത് ഏറ്റവും കൂടുതൽ അളവ് മാക്സിമം വോളിയം ഷെയറുകൾ മാച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇക്വിലിബ്രിയം പ്രൈസ് അഥവാ ഒരു ഏകീകൃത വില കണ്ടെത്തുന്നു. ഇതാണ് അവസാനത്തെ ഒഫീഷ്യൽ ക്ലോസിംഗ് പ്രൈസ്. അപ്പോൾ ഇതൊരു ഉദാഹരണത്തിലൂടെ കുറച്ചും കൂടി സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഉദാഹരണത്തിന് 3:20 ശേഷം ഒരു F&O സ്റ്റോക്കിൽ 1000 ഷെയറുകൾ 102 അതിൽ കുറവുള്ള വിലക്കോ വാങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നു. 2000 ഷെയറുകൾ 100 രൂപയിലോ അതിൽ കുറവുള്ള വിലയ്ക്ക് വാങ്ങാൻ തയ്യാറാണെന്ന് വേറൊരാൾ പ്ലേസ് ചെയ്യുന്നു. 1500 ഷെയറുകൾ 100ലോ അതിൽ കൂടുതലോ ഉള്ള വിലക്ക് വിൽക്കാൻ തയ്യാറാണെന്ന് വേറൊരാൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നു. 1000 ഷെയറുകൾ 98ലോ അതിൽ കൂടുതലോ ഉള്ള വിലക്ക് വിൽക്കാൻ തയ്യാറാണെന്ന് വേറൊരാൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എക്സ്ചേഞ്ചിൻ്റെ കമ്പ്യൂട്ടർ സിസ്റ്റം അത് ഒരു കാൽക്കുലേഷൻ നടത്തും. അവിടെ മാച്ച് ചെയ്യാൻ കഴിയുന്ന ഷെയറുകൾ. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കോളത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും 100 രൂപ എന്ന വിലയിൽ വിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നത്. അതിനാൽ സ്റ്റോക്കിൻ്റെ അന്നത്തെ ക്ലോസിംഗ് പ്രൈസ് 100 എന്ന് എക്സ്ചേഞ്ച് നിശ്ചയിക്കുകയാണ്. ഇത് കമ്പ്യൂട്ടർ ആൽഗരിതം ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. മൈക്രോ സെക്കൻഡുകളിൽ നടക്കുന്ന പ്രോസസ്സാണ്. ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ആ ഒരു അവസാന നിമിഷങ്ങളിൽ നടക്കുന്ന വൻകിട ട്രേഡുകൾ കൊണ്ട് സ്റ്റോക്ക് വിലയിൽ കൃത്രിമത്വം കാണിക്കുന്നത് തടയാനും യഥാർത്ഥ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചിട്ടുള്ള സുതാര്യമായ വില കണ്ടെത്താനും ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ് സെബിയുടെ കണ്ടെത്തൽ. എന്നാൽ ഈ ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയില്ലേ എന്ന സംശയം സ്വാഭാവികമായിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3:20 ഓർഡർ വിൻഡോ തുറക്കുമ്പോൾ 100 രൂപയിൽ ട്രേഡ് ചെയ്തുകൊണ്ടേയിരുന്ന ഒരു സ്റ്റോക്ക് 110ലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 3:29 ഓർഡർ വിൻഡോ അടയുന്നതിന് തൊട്ട് മുമ്പ് ഈ മാനിപ്പുലേറ്റർ 2 വ്യത്യസ്ത അക്കൗണ്ടുകൾ ഉപയോഗിച്ച് വലിയ അളവുകളിൽ ഓർഡറുകൾ നൽകുന്നു എന്ന് കരുതുക. അതായത് 10,000 ഷെയറുകൾ 110 എന്ന ഉയർന്ന വിലക്ക് വാങ്ങാൻ ഒരു ബൈ ഓർഡർ നൽകുന്നു. മറ്റൊരു അക്കൗണ്ട് വഴി 10,000 ഷെയറുകൾ 110 എന്ന വിലക്ക് തന്നെ വിൽക്കാൻ മറ്റൊരു ഓർഡർ പ്ലേസ് ചെയ്യുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്ചേഞ്ച് ഈ ക്ലോസിംഗ് മാച്ചിങ് നടത്തിക്കൊണ്ട് കമ്പ്യൂട്ടർ സിസ്റ്റം എല്ലാ ഓർഡറുകളും വിശകലനം ചെയ്യും. അങ്ങനെ ഒരുപക്ഷെ ക്ലോസിംഗ് പ്രൈസ് 110 എന്ന ലെവലിലേക്ക് ഉയരുകയും ചെയ്യും. എന്നാൽ ഇത്തരം മാനിപ്പുലേഷൻ നടക്കും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ സെബി അവിടെ ചില സേഫ് ഗാർഡായിട്ടുള്ള മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് റാൻഡം ക്ലോസിങ്. 3:28നും 3:30നും ഇടയിലുള്ള ഏതെങ്കിലും ഒരു മൈക്രോ സെക്കൻഡിൽ സിസ്റ്റം തനിയെ ഓർഡറുകൾ സ്വീകരിക്കുന്നത് പൂർണ്ണമായിട്ട് നിർത്തും. അപ്പോൾ ഈ ഒരു സമയം കമ്പ്യൂട്ടർ അൽഗരിതം സ്വയം തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ ഏത് സെക്കൻഡിലാണ് വിൻഡോ ക്ലോസ് ആവുക എന്ന് ട്രേഡേഴ്സിനോ ഇൻവെസ്റ്റേഴ്സിനോ മുൻകൂട്ടി അറിയാൻ കഴിയില്ല. കാരണം ക്ലോസ് ചെയ്യുന്ന കൃത്യമായ സെക്കൻഡ് മുൻകൂട്ടി അറിഞ്ഞാൽ ഈ വൻകിട ട്രേഡേഴ്സ് അവസാന മില്ലി സെക്കൻഡിൽ സിസ്റ്റത്തിലേക്ക് വലിയ തോതിലുള്ള ഓർഡർ തള്ളിവിട്ട് വില മാറ്റാൻ ശ്രമിക്കും. അപ്പോൾ അത് തടയാനാണ് എക്സ്ചേഞ്ച് റാൻഡം കട്ട് ഓഫ് വെച്ചിരിക്കുന്നത്. ഇത് കൂടാതെ മറ്റൊരു മെഷറും കൂടി സെബി എടുത്തിട്ടുണ്ട്. അതായത് അവിടെ ഒരു പ്രൈസ് ബാൻഡ് ലിമിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 3 മണി മുതൽ 3:15 വരെയുള്ള ആ ടൈമിൽ വിവാപ്പ് വഴി കണ്ടെത്തുന്ന റെഫറൻസ് പ്രൈസ് എത്രയാണോ അതിൻ്റെ 3% അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മാത്രമേ ഓർഡറുകൾ പ്ലേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് 3:15 ഒരു സ്റ്റോക്കിൻ്റെ റെഫറൻസ് പ്രൈസ് 100 ആയിട്ട് എക്സ്ചേഞ്ച് കണക്കാക്കിയെന്ന് കരുതുക. അപ്പോൾ അതിന് 103 വരെ ഉള്ള ഒരു അപ്പർ പ്രൈസ് ലിമിറ്റ് മാത്രമേ ഉള്ളൂ. അതുപോലെ ലോവർ സൈഡിൽ 97 എന്നുള്ള പ്രൈസ് മാത്രമേ കോട്ട് ചെയ്യാൻ സാധിക്കൂ. എന്നാൽ ഒരാൾ 103.5 എന്ന പ്രൈസ് കോട്ട് ചെയ്താൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി അത് റിജക്റ്റ് ചെയ്യും. അപ്പോൾ ചുരുക്കത്തിൽ റെഫറൻസ് പ്രൈസിൻ്റെ പരിധിക്ക് പുറത്തുള്ള അതായത് 3%-ന് മുകളിലുള്ള ഓർഡേഴ്സും താഴെയുള്ള ഓർഡേഴ്സും റിജക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലൂടെ അവസാന നിമിഷങ്ങളിൽ വൻകിട ഓർഡർ ചെയ്യുന്നത് തടയപ്പെടുകയും അതുപോലെ ഈ പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചതിലൂടെ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് അമിതമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കാത്ത ലെവലിലേക്കും കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പുതിയ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. എങ്കിലും ധാരാളം കൺഫ്യൂഷൻസ് സ്വാഭാവികമായിട്ടും ബാക്കിയുണ്ടാകും. അത്തരം സംശയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.